മാങ്കൂട്ടത്തിന്റെ തിരിച്ചറിവ് ആഘോഷമാക്കുന്നത് കൂടുതലും അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നവരാണ്. എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ കൂടെ നിർത്തിയവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട്. അതിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന സ്ത്രീയാണ് നടിയായ സീമാജി നായർ. തുടക്കം മുതൽ അവർ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തുന്ന നിലപാടുകളാണ് അറിയിച്ചത്. ഇതുവരെ സൺഡേ സോഷ്യൽ മീഡിയയിലൂടെയാണ് മാങ്കൂട്ടത്തിന് പിന്തുണ അറിയിച്ചതെങ്കിൽ ഇതാ പൊതുമധ്യത്തിൽ അവർ എത്തിയിരിക്കുകയാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ചെറുപ്പക്കാരൻ മാങ്കൂട്ടമാണ് എന്നവർ പൊതുമധ്യത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമായിരുന്നു നടി സീമാജി നായർക്ക് നേരിടേണ്ടി വന്നത്. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ പാലക്കാട് MLA ഓഫീസിൽ എത്തിയപ്പോൾ ഏറെ സന്തോഷം തോന്നിയ ദിവസമെന്ന് സീമ ഫേസ്ബുക്കിൽ പോസ്റ്റ് കുറിച്ചു. കേട്ടതറികൾക്ക് കുറവില്ല എന്നും തന്നെ സ്നേഹിക്കുന്നവരോട് കമന്റ് നോക്കരുത് എന്ന് പറഞ്ഞുവെന്നും സീമ പറയുന്നുണ്ടായിരുന്നു. സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന നാട്ടിൽ പറയണമെന്ന് തോന്നിയ കാര്യം താൻ പറഞ്ഞുവെന്നും സീമ തന്റെ FB പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനു മുൻപ് സ്വന്തം വീട്ടിൽ രാഹുലിനെ ഒരു ദിവസം താമസിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സീമാജി നായർ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന് വന്ന ഒരു പ്രതികരണം ഉണ്ട് എന്നായിരുന്നു പറഞ്ഞത്. നടി ഇതിനോടും പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തേജോവധമാണെന്നും സീമ അഭിപ്രായപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്നും നടി നിരന്തരം ചൂണ്ടിക്കാണിച്ചു. എവിടെയെങ്കിലും ഒരാൾക്കായി വഴിതെറ്റില്ല, തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കുമെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയണമെന്നും അവർ ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ കോതമംഗലത്ത് സംഘടിപ്പിച്ച അമ്മ മനസ്സ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിലെത്തിയപ്പോഴായിരുന്നു സീമ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ പാലക്കാട് MLA കുറിച്ച് അദ്ദേഹത്തെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഇനി വേണം എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ. അദ്ദേഹത്തിനെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് മെയിൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. രണ്ടാമത് ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. മൂന്നാമത് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണ്. ഒരു നുണബോംബ് പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ മാനസികവും ശാരീരികവും കുടുംബപരവുമായി അദ്ദേഹത്തിനെ തകർത്ത് തുടർഭരണം ഉറപ്പായ സമയത്താണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ ഉണ്ടാക്കി അദ്ദേഹത്തിനെ മാനസികമായി തകർത്ത് കളഞ്ഞത്. ആ ഒരു സംഭവം ഇനി പുതിയതായിട്ട് വരുന്ന ആർക്കും ഉണ്ടാകരുത്. ഈ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ ഇനി കേൾക്കാൻ തെറികളില്ല. തെറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും 7 ജന്മം എടുത്തു പോകാത്ത തെറികളാണ് ഞാൻ കേട്ടത്. അതിനുശേഷം എനിക്ക് വാശിയായി. അപ്പം ഞാൻ തുടർച്ചയായി 5 പോസ്റ്റുകൾ രാഹുലിന് അനുകൂലമായി ഇട്ടുകൊണ്ടിരുന്നു. അയാൾ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ അതൊക്കെ പിന്നീടുള്ള കാര്യം. എനിക്ക് സത്യം എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞത്. അതല്ല, ആദ്യം ഞാൻ രാഹുലിൻ്റെ ഇട്ട പോസ്റ്റ് പോയത് 50 ലക്ഷം പേരാ കണ്ടത്. 5 മില്യൺ ആൾക്കാർ. കാരണം ഞാൻ പോലും ഞെട്ടിപ്പോയി. 50 ലക്ഷം പേര് എൻ്റെ കണ്ടു. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം 50 ലക്ഷം, അയാൾ മരിച്ചു പോകുന്നത് പോലെ പോയ ഒരു വ്യക്തിയെ 50 ലക്ഷം പേരിലൂടെ എൻ്റെ പോസ്റ്റിലൂടെ എനിക്ക് അയാളെ തിരിച്ച് ഒന്ന് എഴുന്നേറ്റിരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിനെന്തോ ഒരു ശക്തിയുണ്ട്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ വല്ലോ അനുഗ്രഹമാണെന്ന് പോലും ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരു യുവാവില്ല. ഭാവിയുടെ വാഗ്ദാനമാണ്. അതിൽ എന്താ തെറ്റും ശരിയും ബാക്കി അത് പിന്നീട് വരുന്ന കാര്യങ്ങൾ. അതിനുശേഷം ഞാനിട്ട എല്ലാ പോസ്റ്റുകളും 15ഉം 20ഉം 25 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിയെന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ചത്, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ പറയുക. അവിടെ നീ കത്തിയെയോ വെടിയുണ്ടകളെയോ കൂരമ്പുകളെയോ അപമാനങ്ങളെയോ അപവാദങ്ങളെയോ നീ ഭയപ്പെടാൻ പാടില്ല. ഇന്നും ഞാൻ ചെയ്യുന്നു. മിനിഞ്ഞാന്ന് ADM മരിച്ചുപോയ നവീൻ ബാബു സാർ മരണം 1 വർഷം പൂർത്തിയാകുന്നെന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നലെ വരെ എന്നെ നിലത്ത് തൊടിയിച്ചിട്ടില്ല. ഞാൻ എയറില്ല, തെറിയുടെ കൂമ്പാരാണ്. അപ്പോൾ വിളിക്കുന്നവർ വിളിച്ചോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. എനിക്കിതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും നല്ലൊരു വേദിയിൽ, ഇത്രയും നല്ലൊരു സദസ്സിൽ, ഇത്രയും അമ്മമാരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനും എന്നെ ഇവിടേക്ക് വിളിക്കുകയും ചെയ്ത ഷിബു സാറിനും എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ